ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. LGS 10th പ്രിലിംസ് എക്സാം ഉള്ളവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹിമാലയൻ മലനിരകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. ഓക്കെ, ഇതിൽ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്. നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ്, നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. ഇതിലെല്ലാം ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്, ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യൻ തീരപ്രദേശം സംബന്ധിച്ച് പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്താനാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരം. തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരം. കൊങ്കൺ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടത്. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഓക്കെ, അപ്പോൾ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ്? കാരക്കോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. മക്മോഹൻ രേഖ ഏതൊക്കെ രാജ്യങ്ങളെയാണ് വേർതിരിക്കുന്നത്? ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്നതാണ് മക്മോഹൻ രേഖ. ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പദ്കായ് ഭൂം, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഓക്കെ, 1ഉം 2ഉം 4ഉം ആണ് ഉൾപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. ഓക്കെ, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. അത് ശരിയാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. താരതമ്യേന വീതി കൂടുതൽ അത് കിഴക്കൻ തീരസമതലമാണ്. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. അത് ശരിയാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. അത് ശരിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. അത് തെറ്റാണ്. 19 ദ്വീപുകളാണ് നിക്കോബാറിലുള്ളത്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? പാരദീപ്, ഹാൽദിയ. കാണ്ട്ല, നവശേവായു രണ്ടും പടിഞ്ഞാറ് തീരത്താണ് അല്ലേ? കിഴക്കൻ തീരത്ത് പാരദീപ്, ഹാൽദിയ. ഏതു നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കൃഷ്ണ, തുമ്പിക്കോ എന്ന് ഓർത്താൽ മതി. തും എന്നുള്ളത് തുംഗഭദ്ര, ഭീമ, തുമ്പിക്കോ, കോ എന്നുള്ളത് കൊയ്ന. ഓക്കെ അല്ലേ? സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്. അത് ശരിയാണ്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു.
അതും ശരിയാണ്. ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. അത് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. അത് ശരിയാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. അത് തെറ്റാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടകാണ്. ഓക്കെ, 2ഉം 3ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിലും പൂർവ്വഘട്ടത്തിനുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ശരിയായിട്ടുള്ളത് 4ാമത്തെ ഓപ്ഷനാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അതും ബംഗാൾ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. താരതമ്യേന വീതി കുറവ്. അത് പടിഞ്ഞാറൻ തീരസമതലമാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഓക്കെ അല്ലേ? അടുത്തത് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. അത് ശരിയാണ്. അപരദന തീവ്രത കൂടുതൽ. അത് ശരിയാണ്. 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത കൂടുതലാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? നവശേവ, കാണ്ഡല. ഹാൽദിയയും വിശാഖപട്ടണവും കിഴക്കൻ തീരത്താണ്. നവശേവയും കാണ്ഡലയും പടിഞ്ഞാറൻ തീരത്താണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന നിരകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. അല്ലേ? ഈ ഓപ്ഷനിലുള്ളത് കാരക്കോറം ഉണ്ട്, സസ്കറുണ്ട്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഉത്തരമഹാസമതലത്തിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ്? കൃഷ്ണ നദിയാണ്. ഓക്കെ, ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണ നദി.